പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞത് UDF ക്യാമ്പിനെ ആശങ്കയിലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഇടത് അനുകൂലികൾക്കിടയിൽ പോലും നിഷേധ വോട്ടിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. LDF UDF മുന്നണികളോടുള്ള ജനങ്ങളുടെ വിരോധം അനിൽ കെ ആന്റണിക്ക് അനുകൂലമായി മാറുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വിപത്തുത്തിൻ്റെ ഒരു പ്രതീകമായി മാറിയ അനിൽ ആന്റണി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പസമയത്തിന് മുൻപേ കേട്ടതാണ്. കോൺഗ്രസ് എന്തായാലും പത്തനംതിട്ടയിൽ പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഈ LDFനും തിരിച്ചടിയാകുമെന്നുള്ളൊരു കാര്യം അത് ഉറപ്പ് തന്നെയാണ്. ഏതായാലും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിലാണ് പത്തനംതിട്ടയിൽ ഒരു വോട്ടിംഗ് ശതമാനം കുറവുണ്ടായത്. ഇതിന് എങ്ങനെയൊക്കെ ആയിരിക്കും വിലയിരുത്തുകൾ? ഇതിലൊരു ആശങ്കയിൽ തന്നെയല്ലേ, ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവിലെ ആശങ്കയിൽ തന്നെയല്ലേ ഇടത് വലത് മുന്നണികൾ? രജനി, പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ച ചരിത്രത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 63.35% മാത്രമാണ് ഇത്തവണത്തെ പോളിംഗ്. 2019 74.24% പോളിംഗ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്തവണ വലിയ കുത്തനെയുള്ള ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. 10% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി മുൻ വർഷങ്ങളെ നോക്കിയാൽ 2014 65.70%, 2009 65.86%, 65% മുകളിൽ കഴിഞ്ഞ 2014-ലും 2009 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നു. 2019 വലിയ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 74.24% വലിയ ഉയർന്ന പോളിംഗിൽ നിന്നാണ് ഇത്തവണത്തെ 63.35%ലേക്കുള്ള ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. UDF LDF ക്യാമ്പിനെ പ്രധാനമായിട്ടും ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് പ്രധാനമായും ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത് UDF ക്യാമ്പിനെ തന്നെയാണ്. കാരണം ഇതുവരെയും മണ്ഡലം രൂപീകരിച്ച് ഇതുവരെയുമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അപ്പോൾ ഈ ഇതിലുണ്ടായിരിക്കുന്ന വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന കുറവ് അത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് UDF ക്യാമ്പിനെ തന്നെയാണ്. പ്രധാനമായും ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകാനുള്ള ഒരു കുറവ് അടിസ്ഥാനപ്പെടുത്തിയിരുന്ന പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് രാവിലെ 6 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ ജനക്കൂട്ടം മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടായിരുന്നു. പക്ഷെ പലയിടത്തും 60-ലധികം സ്ഥലങ്ങളിൽ ഈ പോളിംഗ് മെഷീനുകൾ കംപ്ലൈന്റ് ആകുന്നതും അത് പെട്ടെന്ന് പരിഹരിക്കാനാകാത്ത സാഹചര്യങ്ങളും ഒക്കെ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട മണ്ഡലത്തിലും ഒപ്പം അടൂര്, കോന്നി, റാന്നി തുടങ്ങിയ മേഖലകളിലെല്ലാം 60-ലധികം പോളിംഗ് സ്റ്റേഷനുകൾ പോളിംഗ് മെഷീനുകൾ മാറ്റി സ്ഥാപിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. വളരെ പെട്ടെന്ന് ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനോ പരിഹരിക്കുന്നതിനുള്ള നടപടികളൊന്നും എടുക്കാനാകാതെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ വലയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വരി നിന്ന് വോട്ടർമാർ തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ മടങ്ങിപ്പോയ വോട്ടർമാർ ശരി, എന്തായാലും പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനം അത് UDFനെ സാരമായിട്ട് ബാധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. UDF ക്യാമ്പിലടക്കം ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.